2016 ജൂൺ 28 പുലർച്ചെ മലപ്പുറം മങ്കടയിൽ നാടിനെ നടുക്കിയൊരു കൊലപാതകം നടന്നു. സദാചാര പോലീസ് ചമഞ്ഞെത്തിയ സംഘം മങ്കട കൂട്ടിൽ നസീർ ഹുസൈനെ മർദ്ദിച്ച് കൊലപ്പെടുത്തി. സുഹൃത്തായ യുവതിയുടെ വീട്ടിൽ പോയതിന്റെ പേരിലായിരുന്നു മർദ്ദനം. വീടിന്റെ വാതിൽ തകർത്ത് അകത്തുകടന്ന പ്രതികൾ നസീറിനെ കൂട്ടമായി ആക്രമിച്ചു. മർദ്ദനത്തിനു ശേഷം അക്രമികൾ തന്നെ ഫോൺ വിളിച്ച് മറ്റുള്ളവരെ വിവരമറിയിച്ചു. സഹോദരൻ നവാസും നാട്ടുകാരും സ്ഥലത്തെത്തി നസീറിനെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ശ്രമിച്ചെങ്കിലും അക്രമികൾ ആരെയും അടുപ്പിച്ചില്ല. നസീറിന്റെ തലയിൽ ആഴത്തിലുള്ള 5ഓളം മുറിവുകളുണ്ടായിരുന്നു. 2 കൈകളും തോൾ മുതൽ വിരൽ വരെയും പ്രതികൾ അടിച്ചു തകർത്തിരുന്നു. മങ്കട സദാചാര കൊലപാതക കേസിൽ 5 പ്രതികൾക്കും ഇന്ന് ജീവപര്യന്തം ശിക്ഷ വിധിച്ചു. പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി നേരത്തെ കണ്ടെത്തിയിരുന്നു. മഞ്ചേരി 1-ാം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജ് എം തുഷാറാണ് ശിക്ഷ വിധിച്ചത്. 1 മുതൽ 5 വരെ പ്രതികളായ മങ്കട കൂട്ടൽ സ്വദേശികളായ നായകത്ത് അബ്ദുൾ നാസർ, സഹോദരൻ ഷറഫുദ്ദീൻ, പട്ടിക്കുത്ത് മുഹമ്മദ് സുഹൈൽ, അബ്ദുൾ ഗഫൂർ, സക്കീർ ഹുസൈൻ എന്നിവർക്കെതിരെയാണ് കോടതി ശിക്ഷ വിധിച്ചത്. 6 മുതൽ 8 വരെ പ്രതികളായ ചെന്നൈക്കുന്നൻ ഷഫീഖ്, മുക്കിൽപീടിക പറമ്പാട്ട് മൻസൂർ, അമ്പലപ്പള്ളി അബ്ദുൾ നാസർ എന്നിവരെ തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിട്ടിരുന്നു. കൊലപാതകം, ന്യായവിരുദ്ധമായി സംഘം ചേരൽ, സംഘം ചേർന്ന് കലാപം നടത്തൽ, ന്യായവിരുദ്ധമായി സംഘം ചേർന്ന മാരകായുധങ്ങളുമായി ആക്രമിക്കൽ, വീട്ടിലേക്ക് അതിക്രമിച്ചു കയറൽ തുടങ്ങിയ വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ തെളിഞ്ഞത്. 3ഉം 5ഉം പ്രതികളായ സുഹൈൽ, സക്കീർ ഹുസൈൻ എന്നിവർക്കെതിരെ തെളിവ് നശിപ്പിക്കൽ വകുപ്പും തെളിഞ്ഞു. 70 സാക്ഷികളുള്ള കേസിൽ 39 പേരെ വിസ്തരിച്ചു. 123 രേഖകളും 22 തെളിവുകളും ഹാജരാക്കി. പെരിന്തൽമണ്ണ സിഐമാരായിരുന്ന സിദ്ദിഖ്, സാജു കെ എബ്രഹാം എന്നിവരാണ് കേസ് അന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിച്ചത്. 2024 ഒക്ടോബർ 24-നാണ് കേസിന്റെ വിചാരണ തുടങ്ങിയത്. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് PG മാത്യു ഹാജരായി. മങ്കട കൂട്ടിൽ നസീർ കൊലപാതകം ആൾക്കൂട്ടക്കൊലയ്ക്കും ഭീകരവാദത്തിനും തുല്യമാണെന്നാണ് കോടതിയുടെ നിരീക്ഷണം. ശിക്ഷാവിധിയിൽ തൃപ്തിയുണ്ടെന്ന പ്രോസിക്യൂട്ടറും നസീറിന്റെ സഹോദരൻ നവാസും പറഞ്ഞു. മർദ്ദന ദൃശ്യം 1-ാം പ്രതിയുടെ ഫോണിൽ പകർത്തിയിരുന്നു. ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്തിരുന്നെങ്കിലും ഫോറൻസിക് പരിശോധനയിൽ വീണ്ടെടുത്തതാണ് കേസിൽ നിർണായകമായത്. മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.